നമസ്കാരം. ന്യൂസ് മിഡിൽ ഈസ്റ്റ് തുടങ്ങുന്നു പ്രധാന വാർത്തകൾ. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 2 കുട്ടികളടക്കം ഇന്ന് 4 പേർ കൊല്ലപ്പെട്ടു. ആകെ മരണം 1900 കടന്നു. ഇസ്രായേൽ ഹമാസ് 72 മണിക്കൂർ വെടിനിർത്തലിന് ധാരണയായി. ബെന്യാമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ രാഷ്ട്രീയ നീക്കം ശക്തം. 500 യസീദി വംശജരെ ISIS കൂട്ടക്കൊല ചെയ്തെന്ന് ഇറാഖ് മനുഷ്യാവകാശ മന്ത്രി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ തീവ്രവാദികൾ ജീവനോടെ കത്തിച്ചു. വടക്കൻ ഇറാഖിൽ അമേരിക്കൻ വ്യോമാക്രമണം തുടരുന്നു. മലനിരകളിൽ ഒറ്റപ്പെട്ട 5000 യസീദികളെ കുർദ് സൈന്യം മോചിപ്പിച്ചു. സൗദിയിൽ സ്വദേശികളുടെ എണ്ണം കണക്കാക്കുന്നതിന് പുതിയ രീതി അവലംബിക്കുമെന്ന് തൊഴിൽ സഹമന്ത്രി. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നത് 12 ലക്ഷം സ്വദേശികൾ. സർക്കാർ ജോലി ചെയ്യുന്ന വിദേശികൾ 73,000. ഗൾഫിലെ 17 പഠന കേന്ദ്രങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം. വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്താണ് അംഗീകാരം നൽകിയതെന്ന് ഇഗ്നോ. വാർത്തകൾ വിശദമായി. ഗസയിൽ ഇസ്രായേൽ ഇന്ന് നടത്തിയ ആക്രമണത്തിൽ ഒരു സ്ത്രീയും 2 കുട്ടികളുമടക്കം 4 പേർ കൊല്ലപ്പെട്ടു. മൊത്തം മരണം 1900 കടന്നു. ഇതിനിടെ കൈറോയിൽ നടക്കുന്ന ചർച്ചയിൽ 72 മണിക്കൂർ വെടിനിർത്തലിന് ഹമാസും ഇസ്രായേലും ധാരണയിലെത്തിയതായി റിപ്പോർട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ കൂട്ടക്കുരുതിക്കെതിരെ ലോകവ്യാപകമായി പ്രതിഷേധം ഉയരുകയാണ്. അമേരിക്ക, ബ്രിട്ടൻ, ഇസ്രായേൽ തുടങ്ങി വിവിധ രാഷ്ട്രങ്ങളിൽ ജനങ്ങൾ ഗസയ്ക്ക് അനുകൂലമായി തെരുവിലിറങ്ങി. ഈജിപ്ത് മധ്യസ്ഥതയിൽ നടക്കുന്ന സമാധാന ചർച്ചകളിൽ നിന്ന് ഇസ്രായേൽ നിരന്തരം വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഫലസ്തീന്റെ മുന്നറിയിപ്പ്. ഇസ്രായേൽ ഉപാധികളില്ലാതെ ചർച്ചകൾക്ക് തയ്യാറാകാത്ത പക്ഷം ഞായറാഴ്ച കൈറോ വിടുമെന്ന് ഫലസ്തീൻ പ്രതിനിധികൾ പറഞ്ഞു. അതിനിടെ ഇസ്രായേൽ കൂട്ടക്കുരുതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച ലോകവ്യാപക പ്രതിഷേധമുയർന്നു. ഇസ്രായേൽ, US, വെനിസ്വല, ഫ്രാൻസ്, ഇന്ത്യ, ലണ്ടൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധം ഇരമ്പി. പോലീസിന്റെ വിലക്ക് ലംഘിച്ച് നിരവധി പേരാണ് ഇസ്രായേലിലെ തെല്ലവീവിൽ ഒത്തുകൂടിയത്. ഗസയിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചായിരുന്നു വെനിസ്വലയിലെ ജനങ്ങളുടെ ഒത്തുചേരൽ. സാംസ്കാരിക മന്ത്രി ഫിദൽ ബാർബരിറ്റോയും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ലണ്ടനിൽ പ്രതിഷേധക്കാർ BBC ആസ്ഥാനത്തേക്കാണ് ആദ്യം പ്രകടനം നടത്തിയത്. ഗസയിൽ നിന്നുള്ള വാർത്തകൾ ഇസ്രായേലിന് അനുകൂലമായി വളച്ചൊടിക്കുന്നതായി പ്രതിഷേധക്കാർ ആരോപിച്ചു. ഇന്ത്യയിലെ ജന്തർ മന്ദിറിലും തമിഴ്നാട്ടിലും പ്രതിഷേധക്കാർ ഒത്തുകൂടി. ചിലിയിലെ സാന്റിയാഗോ തെരുവിൽ 5000 പേരാണ് ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം മുഴക്കിയത്. ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണമെന്ന് ചിലി സർക്കാരിനോടവർ ആവശ്യപ്പെട്ടു. ന്യൂയോർക്കിലും പാരീസിലും നടന്ന റാലിയിലും ഗസ വിമോചനത്തിനായി ശബ്ദമുയർന്നു. ലോകവ്യാപക പ്രതിഷേധമുയരുന്നതിനിടയിലും ആക്രമണം ശക്തമാക്കുമെന്നും സമാധാന ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്നും ഇസ്രായേൽ ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഇസ്രായേലിനെതിരെ യുദ്ധക്കുറ്റം ചുമത്തി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സമീപിക്കാൻ അറബ് ലീഗ് ഒരുങ്ങുന്നു. ഗസയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ തിങ്കളാഴ്ച ചേരുന്ന യോഗത്തിൽ അറബ് ലീഗ് നേതാക്കൾ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. അറബ് ലീഗ് അടിയന്തര യോഗത്തിൽ ഗസ ആക്രമണവുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് ഫലസ്തീൻ പ്രതിനിധി സംഘം അവതരിപ്പിക്കും. കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും തെരഞ്ഞുപിടിച്ച് വകവരുത്തുകയായിരുന്നു ഇസ്രായേൽ എന്ന് സ്ഥാപിക്കാൻ പോന്ന നിരവധി തെളിവുകളാണ് സംഘത്തിന് ലഭിച്ചത്. ഗസയിലെ UN കേന്ദ്രങ്ങൾക്കു നേരെ പോലും ഇസ്രായേൽ നടത്തിയ ആക്രമണവും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഫലസ്തീന് തുണയാകും. ഇസ്രായേലിനെതിരെ യുദ്ധക്കുറ്റം ചുമത്താനുള്ള നീക്കത്തിൽ UN മനുഷ്യാവകാശ കമ്മീഷന്റെ കൂടി പിന്തുണ ഉറപ്പാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അറബ് ലീഗ്. എന്നാൽ അമേരിക്ക ഉൾപ്പെടെ വീറ്റോ അധികാരമുള്ള വൻശക്തി രാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് അറബ് ലീഗ് നീക്കത്തിന് വിലങ്ങുതടിയാകും. അറബ് ലീഗ് നേതൃയോഗത്തിൽ സെക്രട്ടറി ജനറൽ ഡോക്ടർ നബി അൽ അറബി ഉൾപ്പെടെ പ്രമുഖർ സംബന്ധിക്കും. ഗസയിൽ ഇസ്രായേലിനും ഹമാസിനുമിടയിൽ സുസ്ഥിര സ്വഭാവത്തിലുള്ള വെടിനിർത്തൽ സാധ്യത ആരായണമെന്ന നിർദ്ദേശമാണ് അറബ് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ഫതഹ്, ഹമാസ് വിഭാഗങ്ങൾ തമ്മിൽ ഐക്യ സർക്കാർ രൂപവൽക്കരിച്ച നടപടിയോട് അറബ് ലീഗിൽ തന്നെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. ഗസ ആക്രമണവേളയിൽ അറബ് ലീഗ് പുലർത്തിയ നിസ്സംഗ നിലപാടിനെതിരെ കടുത്ത വിമർശനവും ഉയർന്നിരുന്നു. MC നാസർ, മീഡിയ 1, മിഡിൽ ഈസ്റ്റ്. ഇസ്രായേലും ഹമാസുമായി 72 മണിക്കൂർ വെടിനിർത്തലിന് ധാരണയായി. കൈറോയിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തൽ ധാരണയുണ്ടായത്. MC നാസർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നാസർ, വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതിനുള്ള സമാധാന ചർച്ചകളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയിരുന്നു. ഇതോടെ വെടിനിർത്തൽ കരാർ ഉണ്ടാകുമോ, സമാധാന ശ്രമങ്ങൾ പൂർത്തിയാകുമോ എന്ന ആശങ്ക നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വെടിനിർത്തൽ കരാറിന് ഇരു കൂട്ടരും സമ്മതിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ. എങ്ങനെയാണ് ഇത്തരം ഒരു ചർച്ചയിലേക്ക് വന്നത്?
ഹമാസിന്റെ നിർദ്ദേശങ്ങൾ, അവരുടെ വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ? മുഹജിർ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു ഇക്കാര്യത്തിൽ ഇസ്രായേൽ സ്വീകരിച്ചിരുന്നത്. ചർച്ചയ്ക്ക് വരാൻ പോലുമുള്ള താല്പര്യം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഹമാസും അതോടൊപ്പം തന്നെ മറ്റ് ഫലസ്തീൻ പോരാളി വിഭാഗങ്ങളും വ്യക്തമാക്കിയത് ഈ ചർച്ച അനിശ്ചിതമായിട്ട് നീണ്ടുപോകുന്നതിൽ തങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. തങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന കൃത്യമായിട്ടുള്ള ചില ഉപാധികളുണ്ട്. ആ ഉപാധികളിൽ ഏറ്റവും പ്രധാനം ഗസക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ ഉപരോധം പൂർണ്ണമായിട്ട് പിൻവലിക്കണം എന്ന ഒരു നിലപാടിൽ തന്നെ ഹമാസ് ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ഹമാസിനെ നിരായുധീകരിക്കണം എന്ന ഒരു നിലപാട്, ഇതുമായിട്ട് ഈ ഒരു ലക്ഷ്യം നേടാതെ ചർച്ച തുടരാൻ സാധ്യമല്ല എന്ന നിലപാടായിരുന്നു ഇസ്രായേൽ അനുവർത്തിച്ചിരുന്നത്. പക്ഷേ ഏതാണ്ട് അറബ് ലീഗിന്റെയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെയും UN-ന്റെയും മേൽനോട്ടത്തിൽ നടന്ന ഈജിപ്ത് കേന്ദ്രമായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണ് 72 മണിക്കൂർ നേരത്തേക്ക്, അതായത് 3 ദിവസത്തേക്കുള്ള വെടിനിർത്തൽ കൂടി രണ്ടു കൂട്ടരും, ഹമാസും അതോടൊപ്പം തന്നെ ഇസ്രായേൽ നേതൃത്വവും ഇതിന് ധാരണയിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാലയളവിനുള്ളിൽ, ഈ 3 ദിവസത്തിനുള്ളിൽ തന്നെ കുറെ കൂടി ദീർഘിച്ച സ്വഭാവത്തിലുള്ള ഒരു വെടിനിർത്തലിനുള്ള സാധ്യത രൂപപ്പെടും എന്ന ഒരു പ്രതീക്ഷയാണ് ഇരുപക്ഷത്തുമുള്ളത്. അതോടൊപ്പം തന്നെ മധ്യസ്ഥരും ആ ഒരു പ്രതീക്ഷയാണ് ബാക്കി നിർത്തുന്നത്. മുഹാജിർ, പക്ഷെ നാസർ, ഹമാസ് അവരുടെ നേരത്തെയുള്ള തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഉപരോധം, ഗസയ്ക്ക് മേലുള്ള ഉപരോധം അവസാനിപ്പിക്കുക, എടുത്തുകളയുക, ഗസക്കാർക്ക് സാധാരണ ജീവിതം നയിക്കാനുള്ള അവസരം നൽകുക, അതോടൊപ്പം തന്നെ അവരുടെ തടവുകാരെ വിട്ടയക്കുക. ഈ കാര്യത്തിലൊന്നും തന്നെ ഇസ്രായേൽ ഇതുവരെ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. 72 മണിക്കൂർ വെടിനിർത്തൽ കൊണ്ട് ഈ കാലയളവിൽ ഇത്തരം ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ? ആ ചർച്ചയിൽ ഹമാസിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സാധ്യത തെളിയുന്നുണ്ടോ? മുഹജിർ, ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടരും, കാരണം ഹമാസ് വളരെ കൃത്യമായിട്ടുള്ള ഈ നിലപാട് നേരത്തെ തന്നെ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പോരാളി വിഭാഗങ്ങളും പിന്നെ ഫതഹ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ ഗസക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം നീക്കണം എന്ന് തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇസ്രായേൽ കർശനമായിട്ട് ഈജിപ്തിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസിനെ പൂർണ്ണമായ തോതിൽ തന്നെ നിരായുധീകരിക്കാൻ മറ്റു രാജ്യങ്ങൾ കൂടി ഇടപെടേണ്ടതുണ്ട്. പറ്റുമെങ്കിൽ ഗസയുടെ നിയന്ത്രണം UN-ന്റെ മേൽനോട്ടത്തിൽ തന്നെ കൊണ്ടുവരണം എന്നതുൾപ്പെടെയുള്ള ചില ആവശ്യങ്ങളാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അനിശ്ചിതമായിട്ട് ഈ ഒരു ആക്രമണം നീളുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ തോതിലുള്ള സമ്മർദ്ദം ഇസ്രായേലിനെതിരെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തുടനീളം നടന്നിരിക്കുന്ന പ്രക്ഷോഭങ്ങളും അതോടൊപ്പം തന്നെ സമര പരിപാടികളും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വളരെ ചുരുങ്ങിയ തോതിലുള്ള ഒരു വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടെങ്കിലും ഈ ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങണം എന്ന ഒരു നിർബന്ധം തന്നെയാണ് സ്വാഭാവികമായും ഇസ്രായേലിനെതിരെ യുദ്ധക്കുറ്റങ്ങൾ ചുമത്തപ്പെടുമെന്ന ഒരു ഭീഷണി നിലനിൽക്കുന്നു. അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ ഈ ഒരു കാര്യം ഈ ചർച്ചയിൽ ഇസ്രായേൽ മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാകണം. അതായിരിക്കാം ഒരുപക്ഷെ അവർ വെടിനിർത്തൽ കരാറിലേക്ക് വരാനുള്ള കാരണം. അങ്ങനെ കരുതുന്നുണ്ടോ നാസർ? സ്വാഭാവികമായും, കാരണം നമുക്കറിയാം UN മനുഷ്യാവകാശ സമിതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് 300-ലധികം കുരുന്നുകളെ കുരുതി കൊടുത്തിരിക്കുന്നത്, അതോടൊപ്പം തന്നെ UN കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ അന്താരാഷ്ട്ര നീതി കോടതിയിൽ സ്വാഭാവികമായും ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു വികാരം രൂപപ്പെടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് എന്നാണ്. അതോടൊപ്പം തന്നെ ലോകത്തുടനീളം ഇന്ന് ടെലവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പോലും വലിയ തോതിലുള്ള പ്രക്ഷോഭമാണ് ഇസ്രായേലിനെതിരെ, ഇസ്രായേലിന്റെ ഈ ഒരു നരമേധത്തിനെതിരെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അറബ് ലോകത്ത് നിന്ന് അമേരിക്കക്കെതിരായിട്ടുള്ള വലിയ വികാരവും രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അറബ് നേതൃത്വം വൈകിയാണെങ്കിലും കുറെ കൂടി സജീവമായിട്ട് ഉറക്കമുണരുകയും അമേരിക്കയോട് കർശനമായി തന്നെ ഇസ്രായേലിനെ ഈ ഒരു ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന വലിയ ശക്തമായിട്ടുള്ള ചില സൂചനകൾ പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഘടകങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കും തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് ഇസ്രായേലിനെ കൊണ്ട് 3 ദിവസത്തേക്കുള്ള വെടിനിർത്തൽ കരാർ രൂപപ്പെടുത്താനും തുടർന്നുള്ള ചർച്ചകളിൽ തങ്ങൾ കൂടി ഭാഗവാക്കാകും എന്ന ഒരു സൂചനയും പരോക്ഷമായിട്ടാണെങ്കിലും ഇസ്രായേൽ നൽകുന്നുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ 3 ദിവസത്തിനുള്ളിൽ കുറെ കൂടി ദീർഘിച്ച ഒരു വെടിനിർത്തൽ കരാറിനുള്ള സാധ്യത രൂപപ്പെടുന്നു എന്നൊരു സൂചനയാണ് ഏറ്റവും അവസാനമായിട്ട് കൈറോയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഇസ്രായേലും ഹമാസും തമ്മിൽ 3 ദിവസത്തേക്ക് കൂടി 72 മണിക്കൂർ നേരത്തേക്ക് കൂടി വെടിനിർത്തലിന് തയ്യാറായിരിക്കുന്നു, ധാരണയായിരിക്കുന്നു. കൈറോയിൽ നടന്ന മധ്യസ്ഥ ചർച്ചകൾക്കൊടുവിലാണ് ഈ തീരുമാനം. ഈ സമയത്തിനുള്ളിൽ കൂടുതൽ ശക്തമായ ഒരു സമാധാന കരാറിലേക്ക് എത്തിച്ചേരാവുന്ന ചർച്ചകൾ ഉണ്ടാകും എന്നാണ് ലോകം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്.
ബെന്യാമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ രാഷ്ട്രീയ നീക്കം ശക്തമാകുന്നു. നെതന്യാഹു പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതിപക്ഷമായ ലേബർ പാർട്ടി രംഗത്ത് വന്നു. നെതന്യാഹുവിന്റെ തെറ്റായ നയങ്ങളാണ് ഇസ്രായേലിന് തിരിച്ചടിയേൽക്കാൻ കാരണമായതെന്ന് അവർ ആരോപിക്കുന്നു. പുതിയ സാഹചര്യത്തിൽ ഇസ്രായേൽ പൗരന്മാരുടെ സുരക്ഷ കൂടുതൽ പ്രതിസന്ധിയിലായതായും അവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേസമയം യൂറോപ്പിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെട്ടതായി ഹമാസ് വക്താവ് അവകാശപ്പെട്ടു. ഇറാഖിൽ 500 യസീദി വംശജരെ ISIS കൂട്ടക്കൊല ചെയ്തെന്ന് ഇറാഖിലെ മനുഷ്യാവകാശ മന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി. സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും. തീവ്രവാദികൾ ചിലരെ ജീവനോടെ തീകൊളുത്തിയെന്നും മുഹമ്മദ് ഷിയ അൽ സുഡാനി പറഞ്ഞു. 300 യസീദി സ്ത്രീകളെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി അടിമകളാക്കിയെന്നും റിപ്പോർട്ടുണ്ട്. ISISന്റെ ആക്രമണം ഭയന്ന് യസീദി വംശജർ സിൻജാർ മലനിരകളിൽ അഭയം തേടിയിരിക്കുകയാണ്. അതേസമയം വിമത കേന്ദ്രമായ വടക്കൻ ഇറാഖിൽ അമേരിക്ക 4 വ്യോമാക്രമണങ്ങൾ കൂടി ഇന്ന് നടത്തി. ആക്രമണം തുടരുമെന്ന് ബറാക് ഒബാമയുടെ പ്രസ്താവനയ്ക്ക് പിറകെയായിരുന്നു ഇത്. ഇറാഖികൾ കൂട്ടത്തോടെ തുർക്കിയിലേക്ക് പലായനം ചെയ്യുകയാണ്. ഇറാഖിലെ വ്യോമാക്രമണം തുടരുമെന്നും എപ്പോഴവസാനിക്കുമെന്ന് പറയാനാവില്ലെന്നും ഒബാമ അറിയിച്ചതിന് പിന്നാലെയാണ് US സൈന്യം യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് 4 തവണ കൂടി വിമത കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ വിമതരുടെ ആയുധശേഖരങ്ങളും വാഹനങ്ങളും തകർന്നു. ആക്രമണം ശക്തമായതോടെ ജനങ്ങൾ ഇറാഖിൽ നിന്നും കൂട്ടത്തോടെ അയൽരാജ്യമായ തുർക്കിയിലേക്ക് പലായനം തുടങ്ങി. ഇതിൽ ഭൂരിഭാഗവും യസീദികളാണ്. അതിനിടെ ഇറാഖിലെ മലനിരകളിൽ ഒറ്റപ്പെട്ടുപോയ 5000 യസീദികളെ കുർദ് സൈന്യം മോചിപ്പിച്ചു. മലമുകളിൽ നിന്നും സിഞ്ചറിലേക്ക് യസീദികൾക്ക് രക്ഷപ്പെടാനുള്ള പാതയൊരുക്കുകയായിരുന്നു സൈന്യം. വ്യോമാക്രമണത്തിനിടെ വിമത മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന സാധാരണക്കാർക്ക് USന്റെയും ബ്രിട്ടന്റെയും വിമാനങ്ങൾ ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായി സിറിയൻ പോരാട്ടത്തിൽ പങ്കെടുത്ത 4 സൗദി പൗരന്മാർക്ക് റിയാദ് കോടതി തടവ് ശിക്ഷ വിധിച്ചു. ഭരണാധികാരിയെ അനുസരിക്കാതിരിക്കുക, രാജ്യത്തിന് പുറത്ത് പോരാട്ടം നടക്കുന്ന സ്ഥലത്ത് പോയി യുദ്ധത്തിൽ പങ്കെടുക്കുക, കൃത്രിമ പാസ്പോർട്ട് കരസ്ഥമാക്കുക തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഒരാൾക്ക് 4 മാസം മുതൽ 5 വർഷം വരെ തടവാണ് ഇവർക്ക് കോടതി വിധിച്ചത്. 2 പേർക്ക് വിദേശയാത്രാ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൗദി ക്രിമിനൽ നിയമത്തിലെ 25-ാം അനുച്ഛേദം അനുസരിച്ചാണ് ശിക്ഷയെന്ന് കോടതി വ്യക്തമാക്കി. സൗദി തൊഴിൽ മന്ത്രാലയം നടപ്പിലാക്കുന്ന നിതാഖാത്തിന്റെ ഭാഗമായി രാജ്യത്തെ തൊഴിൽ സ്ഥാപനങ്ങളിൽ സ്വദേശികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി റിപ്പോർട്ട്. ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് കണക്ക് അനുസരിച്ച് അവസാനത്തെ 26 ആഴ്ചയിലെ സ്വദേശികളുടെ എണ്ണം പരിഗണിച്ചാണിത്. സ്വദേശികളുടെ എണ്ണത്തിൽ പെട്ടെന്നുണ്ടാവുന്ന ഏറ്റവ്യത്യാസം നിതാഖാത്ത് വ്യവസ്ഥയിൽ സ്ഥാപനം ചുവപ്പ് മഞ്ഞ ഗണങ്ങളിലേക്ക് മാറുന്നത് ഇല്ലാതാക്കാനാണ് പുതിയ രീതി അവലംബിക്കുന്നത്. നിതാഖാത്ത് അനുസരിച്ച് സ്ഥാപനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കാതിരിക്കാൻ പുതിയ രീതി സഹായകരമാവുമെന്ന് തൊഴിൽ സഹമന്ത്രി ഡോക്ടർ മുഫ്രിജ് അൽ ഹഖബാനി പറഞ്ഞു. തൊഴിൽ മന്ത്രാലയം രാജ്യത്തെ സ്ഥാപന ഉടമകളുടെ അഭിപ്രായ രൂപീകരണത്തിന് സ്ഥാപിച്ച മഅൻ നുഹസിൻ എന്ന വെബ്സൈറ്റ് വഴി ഭൂരിപക്ഷ അഭിപ്രായം ശേഖരിച്ചാണ് പുതിയ രീതി നടപ്പാക്കുന്നത്. ഡിസംബർ 23 മുതലാണ് പുതിയ രീതി നടപ്പിൽ വരിക. ഏറ്റവും അവസാനത്തെ 26 ആഴ്ചകളിൽ സ്ഥാപനത്തിന്റെ കീഴിൽ ഗോസിയിൽ രജിസ്റ്റർ ചെയ്ത സ്വദേശികളുടെ എണ്ണത്തെ 26 കൊണ്ട് ഹരിച്ചാണ് ശരാശരി എണ്ണം കണക്കാക്കുക. ഈ എണ്ണത്തിന്റെ അനുപാതത്തിന് ചേരുന്ന വിദേശി തൊഴിലാളികളെ നിതാഖാത്ത് വ്യവസ്ഥ അനുസരിച്ച് സ്ഥാപനത്തിന് അനുവദിക്കുകയും ചെയ്യും. ചെറുകിട സ്ഥാപനങ്ങളെയും പുതിയ സ്ഥാപനങ്ങളെയും ഈ പരിഗണനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. രാജ്യത്തെ നിരവധി സ്ഥാപനങ്ങൾ നിതാഖാത്ത് വ്യവസ്ഥ അനുസരിച്ച് ആവശ്യമുള്ള സ്വദേശികളെ നിയമിച്ചിട്ടുണ്ടെന്നും സ്വദേശിവൽക്കരണത്തിൽ ഇത്രയധികം മുന്നോട്ട് പോയ സ്ഥാപനങ്ങൾ മന്ത്രാലയത്തിന്റെ പ്രശംസ അർഹിക്കുന്നുണ്ടെന്നും സഹമന്ത്രി പറഞ്ഞു. മീഡിയ 1 റിയാദ്. സൗദി അറേബ്യയിൽ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നത് 12 ലക്ഷം സ്വദേശികളാണെന്ന് സിവിൽ സർവീസ് മന്ത്രാലയം. ഇതിൽ 61.3% പുരുഷന്മാരും 38.7% സ്ത്രീകളുമാണ്. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന വിദേശികൾ 73,000 ആണെന്നും കണക്കിൽ പറയുന്നു. അതിൽ ഭൂരിഭാഗവും ആരോഗ്യമേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുമാണ്. മൊത്തം ജീവനക്കാരുടെ എണ്ണത്തിൽ 5500 പേർ കഴിഞ്ഞ 9 മാസത്തിനിടയിൽ സർവീസിൽ പ്രവേശിച്ചവരാണ്. അതേസമയം ഈ കാലയളവിൽ 13,000 പേർ സർവീസ് ഉപേക്ഷിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. സൗദി പാസ്പോർട്ട് വിഭാഗം രൂപം നൽകിയ അബുഷീർ ഓൺലൈൻ സേവന സംവിധാനം ലഭ്യമാക്കുന്ന ജനറൽ സർവീസ് ഓഫീസുകളെ നിയന്ത്രിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം തദ്ദേശ സ്വയംഭരണ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. അബുഷീർ സേവനം നൽകുക വഴി സ്ഥാപനങ്ങൾ മന്ത്രാലയത്തിന്റെ നിയമം ലംഘിക്കുകയാണ്. ഇത് ഈ സേവന സംവിധാനങ്ങളുടെ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാര സമുച്ചയങ്ങളിലും പാസ്പോർട്ട് ഓഫീസിനടുത്തും ജനറൽ